നമസ്കാരം. SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സമിതി അംഗവുമൊക്കെയായ KM ഹിലാലാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ വിഷരഹിത പച്ചക്കറിയുടെയൊക്കെ ഒരു ഭാഗമായി മുന്നേറുന്നു. അതുപോലെ ശരിയായ ജീവിതശൈലി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചില പ്രവർത്തന മേഖല. ശ്രീ ഹിലാൽ, ABC ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഹിലാലുമായി സംസാരിക്കുന്നൊരു കാര്യം, ഇപ്പോൾ SFIയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് SFI എന്താ, CPM എന്താ, DYFI എന്താ, ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഈ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം, കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളിയിൽ ഒരു ഒഴിഞ്ഞു കിടന്ന പറമ്പിൽ നിന്ന് ഒരു സ്റ്റീൽ പാത്രം തുറന്ന ഒരു വൃദ്ധനായ ഒരാൾ മരിച്ചു. സ്റ്റീൽ ബോംബ് പൊട്ടി മരിച്ചു. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിലൊക്കെ സ്റ്റീൽ ബോംബുകൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ബോംബുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് നേരത്തെ മുതൽ കേട്ടിട്ടുണ്ട്. കുറച്ച് കാലമായി ഇതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. ഇലക്ഷൻ ആയപ്പോഴാണ് നമ്മൾ വീണ്ടും കേട്ടത്. എന്താണ് ഈ ബോംബ് രാഷ്ട്രീയം? ഈ ബോംബ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇതിനൊക്കെ പിന്നിൽ ചില രാഷ്ട്രീയങ്ങൾ തന്നെയല്ലേ? അത് രാഷ്ട്രീയം എന്നതിലപ്പുറത്തേക്ക് പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. അതിനു മുമ്പൊരു തിരുത്ത്, ഞാൻ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സമിതി അംഗം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ചേക്കാം. ഇപ്പോൾ അങ്ങനെയല്ല. ഞാൻ 97 ആ പരിപാടി നിർത്തിയ ആളാണ്. അപ്പോൾ അതൊന്ന് തിരുത്തുക. തീർച്ചയായിട്ടും ഞാൻ മുൻപ് അങ്ങനെ എന്നാണ് ഉദ്ദേശിച്ചത്, മുൻ പ്രസിഡന്റ്. തീർച്ചയായും. അപ്പോൾ ഈ ബോംബ് നിർമ്മാണം, ബോംബ് പൊട്ടിക്കൽ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഈ CPMകാർ അത് ചെയ്യുന്നു. സംഗതി ശരിയാണ്. പക്ഷെ CPMകാർ മാത്രമല്ല അത് ചെയ്യുന്നത്. അത് പലരും ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് CPMകാർ അറിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. മുമ്പൊക്കെ CPMകാർ അറിയാതെ പല പാർട്ടിക്കാർ, കോൺഗ്രസ്സുകാർ, BJPക്കാരും ഒക്കെ അത് ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ നിലവിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ബോംബുണ്ടാക്കുന്നെങ്കിൽ അത് CPMൻ്റെ അറിവോടുകൂടി മാത്രമേ നടക്കൂ. അല്ലാതെ ഒരു ഈച്ച പോലും ഇവിടെ പറക്കില്ല. നമുക്കറിയാമല്ലോ, CPMകാർ ഓരോ ബൂത്ത് തലങ്ങളിലും അവർക്ക് കമ്മിറ്റികളുണ്ട്. പണ്ടൊക്കെ ബ്രാഞ്ച് കമ്മിറ്റികളെന്നൊക്കെ പറയുന്നത് ഈ പാർട്ടി മെമ്പർഷിപ്പിന് നല്ല റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് ബ്രാഞ്ച് കമ്മിറ്റികളെന്ന് പറയുന്ന 2 or 3 വാർഡുകളൊക്കെ ചേർന്നിട്ടായിരിക്കും ചില ഭാഗങ്ങളിലുണ്ടാവുക. ചില ഏരിയ, ചിലപ്പോൾ ഒരു ടൗൺ കമ്മിറ്റി. ഞാൻ 88 മൂന്നാറിൽ പോകുമ്പം മൂന്നാർ ടൗൺ മൊത്തമായിട്ടൊരു ബ്രാഞ്ച് കമ്മിറ്റിയാണ്. ബ്രാഞ്ച് കമ്മിറ്റി. ഇപ്പോൾ അവിടെ 10-12 ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട് ആ ടൗണിൽ തന്നെ. അപ്പോൾ അത് കുറേ ആളുകളെ ഇങ്ങനെ ഉൾക്കൊണ്ടു. ആ ബ്രാഞ്ച് കമ്മിറ്റികളുടെ കീഴിൽ ബൂത്ത് കമ്മിറ്റികൾ, തിരഞ്ഞെടുപ്പൊക്കെ ആകാറാവുമ്പോഴേക്കും, തിരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ ബൂത്ത് കമ്മിറ്റികളുണ്ടാക്കും. ആ ബൂത്ത് കമ്മിറ്റികൾക്ക് കീഴിൽ ഹൗസ് കമ്മിറ്റികളുണ്ടാക്കും. കുറേ വീടുകൾ ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കും. അതിന് ചുമതലക്കാരൊക്കെ ഉണ്ടാവും. അതുകൂടാതെ പിന്നെ DYFI, കർഷക തൊഴിലാളി യൂണിയൻ, ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ, അങ്ങനെ ഒരുപാട് സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ ചുമട്ട് തൊഴിലാളികളായിട്ടുള്ളവരെ CPMകാർ കൈകാര്യം ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 80 നയനാർ ഗവൺമെൻറ് താഴെ പോയത് തന്നെ ചുമട്ട് തൊഴിലാളികളെ കയറൂരി വിട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അട്ടിമറി എന്നുള്ള വലിയൊരു വാക്കാണ് ഇവിടെ. വാക്ക് ഇങ്ങനെ ആളുകൾ ചർച്ച ചെയ്ത് അതൊരു ഭീകരമായ സംഭവമായിട്ട് അട്ടിമറി എന്നതിനെ, അട്ടിമറി എന്ന് പറഞ്ഞാൽ ഒരു ചരക്ക് വണ്ടിയിലെ അട്ടിയായി വെച്ചിരിക്കുന്ന സാധനത്തെ മറിച്ചെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് അട്ടിമറി. പക്ഷേ ഈ അട്ടിമറി ഒരു ഭീകരമായ പദമായത് 80 നയനാർ സർക്കാർ നിലവിലിരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ ചുമട്ട് തൊഴിലാളികളെന്ന് പറയുന്നത് അവർ ജീവിക്കാൻ വേണ്ടി, ഒരു തൊഴിലെടുക്കാൻ വേണ്ടി, ആ തൊഴിൽ കിട്ടണമെങ്കിൽ, ചുമട്ട് തൊഴിലിവിടെ ചെയ്യണമെങ്കിൽ പാർട്ടിക്കാരുടെ അനുവാദം വേണം. CITU യൂണിയനിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ ചുമട്ട് തൊഴിലാളി യൂണിയനിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ ചുമട്ട് തൊഴിലെടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ ചുമട്ട് തൊഴിലെടുത്താൽ അവനെ അവിടെ അനുവദിക്കില്ല. അപ്പോൾ ഈ ചുമട്ട് തൊഴിലാളികളെ എന്ന് പറയുന്നത് CPMൻ്റെ നാട്ടിൻപുറങ്ങളിലെ കണ്ണാണ്.
അവർ മുഴുവൻ സമയവും ഈ വഴിയിലുണ്ടാവും. വഴിക്കണ്ണുകളാണ് അവർ. അവരിങ്ങനെ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. വല്ലപ്പോഴും കൂടെ ആയിരിക്കും ഒരു ലോഡൊക്കെ വരുന്നത്. അതല്ലാതെ ഈ മാർക്കറ്റിലും അതുപോലുള്ള വ്യാപാര കേന്ദ്രങ്ങളിലൊക്കെ മുഴുവൻ സമയവും ഇത് വരും. അപ്പോൾ എങ്കിലും അവിടെയും ഈ നിരീക്ഷണത്തിന് വേണ്ടി കുറച്ച് പേരുണ്ടാവും. അത് ഈ കള്ളന്മാരൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളവർ ആ പണി അങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ ഈ ചുമട്ടുതൊഴിലാളികൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. ഞാനവരെ കുറ്റം പറയുന്നതല്ല. അവർ ജീവിക്കാൻ വേണ്ടി തൊഴിലെടുക്കണമെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കണം. അവരുടെ ശരിക്കുള്ള പണി പാർട്ടിക്ക് വേണ്ടിയുള്ള പണിയാണ്. അപ്പോൾ അവരിതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുള്ളൂ. ഏതൊരു നാട്ടും പുറത്തും ഏതൊരു ടൗണിലും മുക്കിലും മൂലയിലും ഈ ചുമട്ടുതൊഴിലാളികൾ മാത്രമല്ല, പാർട്ടിയുടെ മറ്റ് സംഘടനാ പ്രവർത്തകർ അവരൊക്കെ ഉള്ളിടത്ത് ഒരു പുതിയ ആൾ വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥിരമായല്ലാത്തൊരു കാര്യം കണ്ടാൽ അവരത് ശ്രദ്ധിക്കും. എന്നിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കും. ഇത് പാർട്ടിയിൽ അവർ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെ പുതിയൊരാൾ വന്നു എന്നൊക്കെ. എന്ത് സംഭവം ഇവിടെ ഒരു ഈച്ച അനങ്ങണമെങ്കിലും ഈ പാർട്ടിക്കാരറിയും. കാരണം ഓരോ മുക്കിലും മൂലയിലും ഇതിൻ്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പാർട്ടിക്കാരറിയാതെ ഇവിടെ ഒരാൾക്ക് കള്ളച്ചാരായം മാറ്റാൻ പറ്റില്ല, ഒരു കഞ്ചാവ് കച്ചവടം നടത്താൻ പറ്റില്ല, ഒരു നല്ല കാര്യം ചെയ്യാനും പറ്റില്ല. പാർട്ടി അറിഞ്ഞുകൊണ്ട് പാർട്ടിക്കാരുടെ അധിപസ്ഥാനത്തുള്ള അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥലത്ത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. നല്ല കാര്യമാണെങ്കിലും ശരി, മോശം കാര്യമാണെങ്കിലും ശരി, അവർക്ക് അത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിയിൽ ഇന്നത്തെ അവസ്ഥയിൽ ഭരണ സംവിധാനങ്ങളും എല്ലാം വളരെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ അറിയുന്നവർ CPM-ൻ്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ, പണ്ട് അങ്ങനെ അല്ലാത്തവരൊക്കെ ഉണ്ട്. ഈ ദന്തഗോപുര നിവാസികളായ പാർട്ടി നേതാക്കന്മാർ ഉള്ള സമയത്ത് പാർട്ടിക്ക് ഭരണം കിട്ടിയാലും ഈ സംവിധാനങ്ങൾ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അതെല്ലാം വളരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. അതിനിപ്പോൾ ഉള്ള പ്രധാന സംവിധാനം എന്ന് പറയുന്നത് അത് പ്രവർത്തിക്കാനുള്ള ഒരു കാരണം ഈ പ്രവർത്തിക്കുന്നവർക്ക് ചെലവിന് കൊടുക്കാനുള്ള കാശുണ്ട്. കാശായിട്ട് എടുത്ത് കൊടുക്കുക മാത്രമല്ല, അവർക്കെന്തെങ്കിലും ഇപ്പോൾ അവരിലൊരാളുടെ ഒരു പാർട്ടി പ്രവർത്തകൻ വീട് വയ്ക്കുന്നു. ഉടൻ തന്നെ ഇയാൾ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരാളാണെങ്കിൽ നേതാക്കൾ വ്യവസായികളെയോ കച്ചവടക്കാരെയോ ഒക്കെ വിളിച്ചു പറയും, എന്തേ നമ്മുടെ ഒരു സഖാവിന് വീട് വെക്കുന്നുണ്ട്, ഒരു 2 ലക്ഷം കൊടുത്തേക്കണം, അല്ലെങ്കിൽ ഒരു 50,000 കൊടുത്തേക്കണം. അത് കുറച്ചൊന്നും ചോദിക്കില്ല. പിന്നെ ചിലപ്പോൾ തീരെ നിവൃത്തികെട്ട ആളാണെന്നൊക്കെ തോന്നുന്നവർക്ക് വേണ്ടി പാർട്ടി പരസ്യമായ പിരിവ് നടത്തും, വീടുകൾ കയറി പിരിവ് നടത്തും. അപ്പോൾ ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ ആരെങ്കിലും ഒരു സുഖമില്ലാതെ വന്നു, ഈ പാർട്ടി പ്രവർത്തകർക്ക് സുഖമില്ലാതെ വന്നാൽ അവർക്ക് വേണ്ട ചികിത്സാ ചെലവുകൾ, ആശുപത്രി സംവിധാനങ്ങൾ എല്ലാം പാർട്ടി എന്ന നിലയിൽ തന്നെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഈ ഫുൾ ടൈമേഴ്സിന് വേറൊരു വഴിക്ക് പോകേണ്ടി വരില്ല. എല്ലാ രീതിയിലും സഹായം കിട്ടും. പണ്ടങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ. പാർട്ടിയെ ചീത്ത പറയും അവസാനം അവർ. ഞാനും എൻ്റെ കുടുംബവും പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടന്നിട്ട് ഇപ്പം ഞങ്ങൾ അനാഥമായി. ഇപ്പം അങ്ങനെ ഒരു പരാതി ഇല്ല. ഉണ്ടോ? ആരെങ്കിലും ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ടോ? പാർട്ടിയുടെ പുറകെ പോയിട്ട് ഒന്നും ഇല്ലാതായി പോയെന്ന് ഇപ്പോൾ ആരും പറഞ്ഞു വെക്കുക. കാരണം അത് ഇപ്പം അതിനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെഷീനറി, പാർട്ടി മെഷീനറി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു BJP-ക്കാരന് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരന് കേരളത്തിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിക്കാൻ പോയിട്ട് ഒരു കുപ്പിവെള്ള കമ്പനി പോലും നടത്താൻ പറ്റില്ല. ഞാൻ ഈ കുപ്പിവെള്ള കമ്പനി എന്ന് പറയാൻ കാരണം അതുപോലെ വേറൊരു വ്യവസായം ഇവിടെ നടക്കുന്നത് ഈ പാറ പൊട്ടിക്കൽ, ഈ മൈനിങ് ജോലികളാണ്.
ഈ ഒരു മൈനിങ് ജോലി ഏറ്റെടുക്കണമെങ്കിൽ, ഒരു വ്യവസായിക്ക് നടത്തണമെങ്കിൽ അതിന് ധാരാളം കടമ്പകളുണ്ടെന്ന് നമുക്കറിയാം. ഒരു 10,000 നിയമങ്ങളുണ്ട് ഇവിടെ. അതെ. ഇതൊക്കെ ഭരണതലത്തിൽ സഹായം കിട്ടാതെ ഒരടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് ലൈസൻസ് എടുത്ത് പ്രവർത്തിച്ച് തുടങ്ങിയാൽ പോലും പിന്നെയും പാർട്ടിക്കാർക്ക് വേണ്ട എല്ലാം ചെയ്തുകൊണ്ട് ഇരുന്നാലേ അത്തരം വ്യവസായങ്ങൾ, ഈ കുപ്പികളാണെങ്കിലും ഈ പാറ പൊട്ടിക്കലാണെങ്കിലും പാറമടയാണെങ്കിലും ഒക്കെ നടന്നു പോവുള്ളൂ. അപ്പം ഈ പാറമടയുടെ കാര്യം പറയാൻ കാരണം, ഈ CPMകാർ ബോംബ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞിപ്പം പാർട്ടി ഗ്രാമത്തിലെ സീന എന്ന് പറയുന്ന ഒരു ധൈര്യശാലിയായ ഒരു പെൺകുട്ടി, അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, എന്തും നേരിടാൻ ഞാൻ ഒരുക്കമാണ് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി ഗ്രാമത്തിനകത്ത് നിന്നൊരു പെൺകുട്ടി അങ്ങനെ പറയണമെങ്കിൽ എത്ര അവരനുഭവിക്കുന്നുണ്ടാവും. പിരിവ് കൊടുക്കുക മാത്രമല്ല, പല പല പ്രശ്നങ്ങളുണ്ടാവും. അവരൊക്കെ ഈ സീന പോലും പറയാൻ മടിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഈ പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു സാമ്രാജ്യമാണ്, ഫാസിസ്റ്റ് ഗ്രാമങ്ങളാണ്. അവിടെ എന്തും നടക്കും. അപ്പോൾ അവിടെയൊക്കെ ഈ CPMകാർ ബോംബുണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, ഈ കണ്ണൂർ ജില്ലയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തീരദേശ പ്രദേശത്തോ നഗരത്തിൻ്റെ മധ്യത്തിലുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലോ ഒന്നും ഇത്തരം കാര്യങ്ങളൊന്നും അവർ നടത്താറില്ല. എല്ലാം ഈ മലഞ്ചെരുവുകളിലും കുന്നിൻ്റെ മുകളിലും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ജനവാസ കുറഞ്ഞ, വലിയ ആൾത്തിരക്കില്ലാത്തതും കാടും പടർപ്പുകളും മലകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ അവർ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് CPMകാർക്ക് അതൊരു തെറ്റല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ജനാധിപത്യം ബാലറ്റ് പേപ്പറിലൂടെ അധികാരം നേടുക, അങ്ങനെ രാജ്യത്ത് കമ്മ്യൂണിസം നടപ്പാക്കുക, അതൊന്നും അവരുടെ പാർട്ടി പരിപാടിയിലില്ല. തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് അടവ് നയത്തിൻ്റെ ഭാഗമാണ്. വിപ്ലവത്തിലേക്ക് ചുവട് വയ്ക്കുന്നതിന് വേണ്ടി ജനങ്ങളെ റിക്രൂട്ട് ചെയ്യാൻ അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഈ കൽക്കട്ട തീസീസൊക്കെ വന്ന സമയത്ത് ത്വക്കിൻകുഴലിലൂടെ മാത്രം വിപ്ലവം നടക്കൂ, അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ട, സഖാക്കളെയെല്ലാം പടയാളികളായി പരിശീലനം കൊടുത്ത് യുദ്ധത്തിന് തയ്യാറാക്കുക. യുദ്ധത്തിന് അവർ പറയുന്നത് വിപ്ലവം എന്നാണ്. അപ്പോൾ വിപ്ലവത്തിൻ്റെ പേര്, വിപ്ലവത്തിൻ്റെ അർത്ഥം ശരിക്കും ചടുലമായ മാറ്റം എന്നാണ് പറയുക. ഈ ചടുലമായ മാറ്റം ഒരു തെരഞ്ഞെടുപ്പിലൂടെ നടക്കില്ല. നടക്കുമോ? അതിനൊരുപാട് പ്രോസസ്സിങ്, കുറേ കാര്യങ്ങളുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടി ജയിച്ചാൽ തന്നെ അത് പല പല ജനാധിപത്യപരമായ കടമ്പകൾ ധാരാളമുണ്ട്. അതൊന്നും വിപ്ലവത്തിൻ്റെ ഭാഗമല്ല. അത് വിപ്ലവത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലെ അടവ് നയം മാത്രമാണ്. ആ അടവ് നയത്തിലൂടെ അല്ല CPM പരിപാടി രാജ്യത്തിൻ്റെ അധികാരം നേടി ഇവിടെ കമ്മ്യൂണിസം നടപ്പാക്കണം എന്ന് എഴുതി വച്ചിരിക്കുന്നത്. അതിന് ഒരുപാട് സായുധമായ പോരാട്ടങ്ങൾ ആവശ്യമെങ്കിൽ നടത്തണം. ഈ ആവശ്യമെങ്കിൽ എന്നൊക്കെ ആയത് ഇവിടെ ജനാധിപത്യം ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ ആവശ്യമെങ്കിൽ എന്നല്ല, അത് മാത്രമേ നടക്കുകയുള്ളൂ എന്നാണ് പറയുക. അപ്പോൾ ഈ വിപ്ലവം എന്ന് പറയുന്നത് അവരുടെ തിയറി അനുസരിച്ച് ഒരു ചുമതലയാണ്. അതവരുടെ ധർമ്മമായിട്ടാണ് കണക്കാക്കുക. അതിന് ആയുധങ്ങൾ വേണം. ഇപ്പം പാർട്ടി നേതാക്കന്മാർ പലപ്പോഴും പറയും, കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയം തുടങ്ങിയത് കുളങ്ങരയത്ത് രാഘവൻ എന്ന ഒരു CPM നേതാവിനെ ഒരു കോൺഗ്രസ്സുകാരൻ തോൾ സഞ്ചിക്കകത്ത് ബോംബിട്ടുകൊണ്ട് വന്ന് എടുത്തെറിഞ്ഞ് കൊന്നപ്പോഴാണ് ബോംബ് രാഷ്ട്രീയം തുടങ്ങിയത്
എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരങ്ങനെ പല മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. ഒരു പരസ്യമായിട്ട് സഞ്ചിക്കകത്ത് ബോംബ് ഇട്ടുകൊണ്ട് വന്നിട്ട് ഒരു CPM-കാരൻ്റെ ഒരു ബീഡിത്തൊഴിലാളിയാണ് കുളങ്ങരത്ത് രാഘവൻ. ആ ബീഡിത്തൊഴിലാളിയുടെ നേർക്ക് ബോംബ് എറിഞ്ഞിട്ട് അവനെ കൊന്നു. അത് ശരിയായ നടന്ന സംഭവമാണ്. കേരള മുഴുവനും അറിഞ്ഞ കാര്യമാണ്. അതുപോലെ ഈ കോൺഗ്രസ്സുകാർ വേറൊരു മണ്ടത്തരം കാണിച്ചു. DCC ഓഫീസിൽ ബോംബ് അടുക്കി വെച്ചിട്ട് പത്രക്കാർ വന്നപ്പോൾ കാണിച്ചു കൊടുത്തത് ഇത് പുക വരുന്ന ബോംബാണ്, ഇത് കുറച്ചുകൂടി ശക്തിയിൽ പൊട്ടിച്ചെതറുന്നതാണ്, മറ്റേ ബോംബ് പൊട്ടിയാൽ മൊത്തം തകരും എന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഓഫീസിലിരിക്കുന്നത് അല്ലേ, ഓഫീസിൽ വെച്ചിട്ട് പ്രദർശിപ്പിച്ചു കൊടുത്തു. അതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ എടുത്തു പറഞ്ഞത്. അപ്പോൾ അതാ കോൺഗ്രസ്സുകാരുടെ മണ്ടത്തരാണ്. അപ്പോഴാണോ ഇവിടെ ബോംബ് രാഷ്ട്രീയം തുടങ്ങിയത്? ആണോ? അല്ല, ഒരിക്കലല്ല. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പേ CPM-കാർ ഈ പരിപാടി തുടങ്ങിയതാണ്. അത് എന്താ തുടങ്ങാൻ കാരണം? ജനങ്ങളെ അണിനിരത്തിയ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് വിശ്വാസം തീരെ ഇല്ലാതിരുന്ന കാലത്ത് അക്രമത്തിലൂടെ മാത്രമേ അധികാരം പിടിച്ചെടുക്കാൻ കഴിയൂ എന്ന ആശയത്തിൽ അവർ നിന്ന സമയത്ത് സായുധ അക്രമത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ബോംബ് നിർമ്മാണവും ആരംഭിച്ചത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊക്കെ പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് പാർട്ടിക്കാർക്ക് വലിയ കാര്യമാണ്. കണ്ണൂരിലെ സഖാക്കൾ അവരുടെ കയ്യിലില്ലാത്ത ആയുധങ്ങളില്ല, എത്ര ബോംബ് വേണമെങ്കിലും കിട്ടും. കോട്ടയത്തൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ണൂരിലെ സഖാക്കളോട് ചോദിച്ചിട്ട് 2 ബോംബ് കിട്ടിയിരുന്നെങ്കിൽ വലിച്ചെറിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അന്നൊക്കെ നമ്മൾ അത്രയും മോശമായിരുന്നു എന്ന് കൂട്ടിക്കോളൂ. കാരണം ഞാനന്ന് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ അവിടെ നേരിടാൻ ബുദ്ധിമുട്ട് വരുന്നു കോട്ടയത്ത്. അപ്പോൾ ഇനി വെറുതെ പോയി ആക്രമിക്കാനൊന്നും പറ്റില്ല, അതിന് ബോംബ് തന്നെ വേണം എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പാർട്ടി നേതാവ് തന്നെ എന്ന് വെച്ച്, നിങ്ങൾ വെറും കൈയോടെ പോരുത്, അല്ലെങ്കിൽ വെറുതെ കമ്പും വടിയും വാളുമായിട്ടൊന്നും പോയിട്ട് കാര്യമില്ല, ബോംബുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ ബോംബുണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഇങ്ങനെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു അത് അവരുണ്ടാക്കും ഇവരുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്താ, അതൊന്നും ബോംബൊന്നും അല്ല, അത് വെറും പന്നിപ്പടക്കം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നും അല്ല ഈ കണ്ണൂരുകാരുണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്നും നടക്കില്ല, അതൊന്നും കൈകാര്യം ചെയ്യാൻ തന്നെ പറ്റില്ല, അത് ഒരു സ്ഥലത്തേക്ക് കൊണ്ട് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. പന്നിപ്പടക്കം എന്നൊക്കെ പറയുന്നത് ഈ വനമേഖലകളിലൊക്കെ ഈ കൃഷി ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ഈ പന്നികളൊക്കെ വന്ന് ആകുമ്പം അത് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി അവിടെ വെക്കുന്നതാണ്. ഭക്ഷണത്തിൽ ബോംബ് വെച്ചിട്ട് അത് വന്ന് കഴിക്കുമ്പോൾ പന്നിയുടെ തല ചെതറിപ്പോവും. അതൊക്കെ അത് മറ്റൊരു സ്ഥലത്തേക്ക്, കാരണം അത് എവിടെയെങ്കിലും ഒന്ന് ഒരു സമ്മർദ്ദം ഉണ്ടായാൽ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ഗട്ടറിൽ വീണാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കൈകാര്യം ചെയ്യൽ എളുപ്പമല്ല, സാധ്യമല്ല. അതുകൊണ്ട് ആ പരിപാടി നമ്മൾ അവിടെ വെച്ച് തന്നെ ഉപേക്ഷിച്ചു. അപ്പോൾ ഈ ശരിക്കുള്ള ബോംബുണ്ടാക്കുന്നത് ഈ കണ്ണൂരാണ്. പക്ഷേ അത് അത്യാധുനികമായ ബോംബൊന്നും അല്ല. അതൊന്നും ഉണ്ടാക്കാൻ CPM-മാരിനി ഈ ജന്മത്തിൽ നടക്കില്ല. കാരണം ഇന്നത്തെ സംവിധാനം അതാണ്, ഈ രാജ്യത്തിൻ്റെ ഭരണകൂടവും അതിൻ്റെ സംവിധാനങ്ങളും അതിനൊന്നും ഇവിടെ അനുവദിക്കാൻ പറ്റില്ല. കാരണം അതിന് സാധനങ്ങൾ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല, അതൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരണം. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവർ ഈ നാടൻ ബോംബുകളെന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്റ്റീൽ ബോംബിൻ്റെ ചെറിയ രൂപം, സ്റ്റീൽ ബോംബെന്ന് പറയുന്ന വളരെ ശക്തിയേറിയ ബോംബുകളുണ്ട്, പല തീവ്രവാദികളും അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു രൂപമാണ് ഈ ചോറ്റുപാത്രത്തിലും ഇതിലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അതാണ് ഇപ്പോൾ പൊട്ടിയത്. അതെ, പലരും അത് തേങ്ങ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ പറയും. തേങ്ങയ്ക്കകത്തല്ല, അത് ഒരു സ്റ്റീൽ പാത്രം. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം അടച്ച് എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ അതെന്താണെന്ന് നോക്കാൻ ആരെങ്കിലും തുറന്നു നോക്കും. അതെ, അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ പൊട്ടിയതാണ്. ആ
സംവിധാനം ഇവിടെ ഉള്ളൂ. അല്ലാതെ അതിമാരകമായ ഇപ്പം വേൾഡ് ട്രേഡ് സെൻറ്റർ പോലത്തെ ആക്രമണം നടത്താനൊന്നും CPM അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ നമ്മുടെ ഉത്തര കൊറിയയിലെ ആ ഭരണാധികാരിക്ക് പോലും വേറൊരു സ്ഥലത്ത് പോയി അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബോംബ് നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് CPMകാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇവിടെ അത് വ്യാപകമാക്കിയത് അവരാണ്. പിന്നെ കണ്ണൂരിന് വെളിയിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ട്. വയനാട്ടിൽ ഈ പരിപാടി ഈ മാവോയിസ്റ്റുകളും അവരുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ കാര്യം ഇപ്പം വയനാട് പൂർണ്ണമായ നിരീക്ഷണത്തിലാണ്, ദേശീയ ഏജൻസികളുടെയൊക്കെ നിരീക്ഷണത്തിലായതുകൊണ്ട് ഇപ്പോൾ അതൊന്നും അധികം അവിടെ നടക്കാൻ സാധ്യതയില്ല. പണ്ടൊക്കെ അട്ടപ്പാടിയിലൊക്കെ ഉണ്ടായിരുന്നു. പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഈ കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ ഈ വക പരിപാടി പണ്ടൊക്കെ പലരും പോയി ഒളിവിലൊക്കെ താമസിക്കുന്ന അവിടെയാണ്. ഞാനും കോട്ടയത്ത് ഒരു പോലീസ് കേസിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ പെട്ടപ്പോൾ പാർട്ടിക്കാർ എന്നെ നേരെ അയച്ചത് പാലക്കാടിൻ്റെ കിഴക്കൻ ഗ്രാമങ്ങളിലേക്കാണ്. അവിടെ ഒന്നും മനുഷ്യരാരും അറിയത്തുമില്ല, പുറത്തറിയില്ല. അങ്ങനെ ഇപ്പം അങ്ങനെയൊന്നുമല്ല അവിടെ. ഇപ്പം അവിടെ എല്ലാം മാറിപ്പോയി. ഞാനീ പറയുന്നത് 90കളിലെ കാര്യമാണ്. അന്ന് പത്രം വായിക്കുന്ന മനുഷ്യരവിടെ ഇല്ല. അതുകൊണ്ട് കോട്ടയത്ത് ഒരു കേസിൽപ്പെട്ട പ്രതിയെ പോലീസ് അന്വേഷിക്കുന്നു, പോലീസ് കോയമ്പത്തൂരിലേക്ക് പാലക്കാട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്. അതൊന്നും അവരറിയുന്നില്ല. അത് ഇപ്പോൾ അവിടെ അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അത്തരം ഗ്രാമങ്ങളിലാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് സുരക്ഷിതമായിട്ട് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണൂരിലെയും കാസർഗോഡേയും ഒക്കെ ഉള്ള ഇത്തരം മലനാടൻ ഗ്രാമങ്ങളിലാണ്. അത് ഭൂമിശാസ്ത്രപരമായ ഒരു കാരണമുണ്ട്. പിന്നെ അതിന് അവർക്ക് ഏറ്റവും വലിയ തടസ്സം ഈ പള്ളിക്കാരും അച്ഛന്മാരും കുടിയേറ്റക്കാരും ഒക്കെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായിട്ടുള്ളവരുമൊക്കെ ഈ മലമ്പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് അവർക്കത് പല ഭാഗത്തും സുരക്ഷിതത്വമല്ല. പക്ഷേ ഈ പറയുന്ന കണ്ണൂർ ജില്ലയുടെ ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ എരഞ്ഞോളി എന്നൊക്കെ പറയുന്നത് അവിടെയൊന്നും വേറെ പാർട്ടിക്കാരോ സംവിധാനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാവില്ല. പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയാം അല്ലേ? പാർട്ടി ഗ്രാമങ്ങൾ. അവിടെ ഇപ്പം ഒരാൾ ആ ഗ്രാമത്തിലെ ഒരു സർക്കാർ ജോലിയിലേക്ക് ട്രാൻസ്ഫറായിട്ട് വന്ന് അവിടെ എവിടെയെങ്കിലും വീട് അന്വേഷിച്ചാൽ അയാൾ പാർട്ടിക്കാരനല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അയാൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം മാറ്റി വിടും, അല്ലെങ്കിൽ അയാളെ വേറെ എവിടെയെങ്കിലും പോയിക്കോളാൻ പറയും. അതിനുള്ള വേണമെങ്കിൽ അവർ സംവിധാനം വീടൊക്കെ എടുത്തു കൊടുക്കും, ഇവിടെ നമുക്ക് ശല്യം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇപ്പം നിലവിൽ ഉണ്ട്. ഇപ്പം എന്തിനാണ് അത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ TP ചന്ദ്രശേഖരനെ കൊന്നു. TP ചന്ദ്രശേഖരനെ കൊന്ന എന്തിനാണ്? പിണറായി വിജയൻ്റെ അപ്രമാദിത്വം അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒന്നിനുമല്ല. അത് ചോദ്യം ചെയ്യപ്പെടുന്ന സമയം വന്നപ്പോൾ TP ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ അതിനെ ചോദ്യം ചെയ്ത് പരസ്യമായിട്ട് വന്നിട്ട് അത് പാർട്ടിക്ക് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ ഈ ഷൊർണൂരിലൊക്കെ CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ പാർട്ടി വിട്ടുപോയി ഈ TP ചന്ദ്രശേഖരൻ്റെ കൂടെ ചേർന്ന് വേറെ പാർട്ടി ഉണ്ടാക്കി. അന്ന് MR മുരളിയൊക്കെ ഈ TP ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഷെഡിൽ കയറി. MR മുരളി സാഷ്ടാംഗം പ്രണമിച്ച് CPMൽ കയറി ഇപ്പോൾ അയാൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഭീരുക്കളാണ് അവരൊക്കെ. കാരണം അവർക്ക് ഈ പാർട്ടിയുടെ ഈ പിണറായി കമ്പനിയുടെ, അങ്ങനെ ഞാൻ പറയും, പിണറായി ഗ്രൂപ്പ് എന്ന് പോലും ഞാൻ പറയില്ല, പിണറായി കമ്പനിയുടെ ഈ പ്രവൃത്തിയിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ അവർ അതിനെ ചോദ്യം ചെയ്ത് പുറത്തിറങ്ങി എതിർക്കുന്ന ഒരു സമയം അത് വ്യാപകമായിട്ടുണ്ടായേനെ. അതിന് എല്ലാവിധ വെള്ളവും വളവും കൊടുക്കാൻ അന്ന് പാർട്ടിക്കകത്തെ മുതിർന്ന നേതാവ് VS അച്യുതാനന്ദനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് TP ചന്ദ്രശേഖരൻ മരിച്ചപ്പം
ആദ്യം വണ്ടിയും പിടിച്ചു പോയത് VS അച്യുതാനന്ദനാണ് അല്ലേ? അതെ, അത് വലിയ വിവാദമായതാണ്. അതെ, ആ TPയുടെ ഭാര്യ രമ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പാവം അവർ വിചാരിച്ച് VS അതിനെ സഹായിക്കും എന്നൊക്കെയാണ്. അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രമയെ ചീത്തയും പറഞ്ഞു, VS ചീത്തയും പറഞ്ഞു. അതൊന്നും ഒരു ഇതല്ല. ഈ VS ആണെങ്കിലും അത്തരം കാര്യങ്ങളിലൊക്കെ ഇത്തരം പ്രവൃത്തികളിലൊക്കെ എല്ലാ സഹായങ്ങളും പാർട്ടിയിൽ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിണറായി വിജയനേക്കാളും മൂത്ത ഒരാളായിരുന്നു. പ്രായമായി പോയതുകൊണ്ട് പുള്ളി ഒതുങ്ങി. പിന്നെ അവസാന കാലമായപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വെളിവൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ, കുറച്ച് യോഗ, പ്രകൃതി ജീവനം ഇതൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പഴയ VS അല്ല നമ്മൾ ഈ 2000 ആണ്ടിന് ശേഷം കണ്ട VS. അത് വേറൊരാളാണ്. അപ്പോൾ ആ സംവിധാനങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചത് ഇപ്പോഴും ആവശ്യമാണെന്ന് അവർ പറയുന്നത് രഹസ്യമായിട്ടൊക്കെ സമ്മതിക്കും. അതിനൊരു കാരണം അവർ പറയും, എന്താ പറയുക, അത് പ്രതിരോധമാണ്. ബോംബും കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് പ്രതിരോധിക്കണ്ടേ? അതെ. അല്ലെങ്കിൽ സഖാക്കൾ കുറച്ച് പേര് മാത്രമുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ആക്രമിക്കാൻ വന്നാൽ ബോംബ് വലിച്ചെറിയാതെ വേറെ നിവൃത്തിയില്ല എന്നൊക്കെ പറയും. അതൊന്നും അല്ല കാര്യം. ഈ കുറച്ച് പേര് മാത്രമുള്ള സ്ഥലത്ത് പാർട്ടിക്കാർ പഞ്ചപുച്ഛം അടക്കി ജീവിക്കുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഈ കൂടുതൽ പേരെ എതിരിടാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചില സ്ഥലത്തൊക്കെ അത് നടന്നിട്ടുണ്ടാവും. ഈ വിദ്യാർത്ഥി സംഘടനാ കാലത്തൊക്കെ നമ്മളൊക്കെ അങ്ങനെ ഇപ്പോൾ KSUവിൻ്റെ കോട്ടയിലൊക്കെ കയറി നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ അത്ര വലിയൊരു യുദ്ധമോ ഇതിനോ ഒന്നും പാർട്ടിക്കാർ തയ്യാറാവത്തില്ല. അതൊക്കെ ഈ സംഘടിത ബലം കൊണ്ട് ആൾ കൂടുമ്പോൾ ഉള്ള ആരവമൊക്കെ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഈ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ഈ CPMൻ്റെ ധാർഷ്ട്യം ചിലവാകുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ തമിഴ്നാട്ടിൽ പാർട്ടി ഗ്രാമങ്ങൾ പോലത്തെ ഗ്രാമങ്ങളുണ്ട്. അവിടെ പോലും അവരനങ്ങത്തില്ല. എന്താ കാരണം? അവരവിടെ പ്രശ്നം ഉണ്ടാക്കി അടുത്ത ഗ്രാമത്തിലുള്ളവർ വന്ന് ഈ ഗ്രാമം ചുട്ടരിച്ചിട്ട് പോകും. ആ പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ആ പണിയൊന്നും വേറൊരു സ്ഥലത്തും നടക്കുന്നില്ല. ബംഗാളിൽ ഇത് കേരളത്തിനേക്കാളും കടുത്ത രീതിയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിൻ്റേതായ പ്രശ്നം കൊണ്ടാണ് അവിടെ ഒന്നും അല്ലാതായിപ്പോയത്. അവസാനം പാർട്ടിക്കാർക്ക് ജീവൻ രക്ഷിക്കാൻ RSSൽ ചേരണം എന്നുള്ള അവസ്ഥ വന്നിട്ടാണ് അവിടെ ഇപ്പോൾ കാണുന്ന പല പാർട്ടി ഓഫീസുകളും BJPയുടെ ഓഫീസായിട്ട് മാറിയത്. അതില്ലാതെ അവർക്ക് വേറെ വഴിയില്ല. പിന്നെ കുറച്ച് പേർക്കൊക്കെ തിരിച്ചറിവുണ്ടായിട്ടുണ്ടാവും. ഈ പറയുന്ന പാർട്ടി ഗ്രാമ സംവിധാനത്തിനകത്ത് ജീവിക്കുന്നവർക്ക് പാർട്ടി പറയുന്നത് മാത്രം ചെയ്യാനേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അത് മാറി, അതൊക്കെ മാറിപ്പോയി. ഇപ്പോൾ ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ കേരളവും ആകാൻ പോവുകയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായ ആലപ്പുഴയിൽ നമ്മളത് കണ്ടു കഴിഞ്ഞു. അവിടെ ഇഷ്ടം പോലെ CPM പ്രവർത്തകർ മറ്റ് പല പാർട്ടി പ്രത്യേകിച്ച് BJPയിലൊക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് രാഷ്ട്രീയം ഇന്നത്തെ കാലത്ത് അപ്രസക്തമാണ്. അതുകൊണ്ടൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ധൈര്യപൂർവ്വം ആ സീന എന്ന് പറയുന്ന പെൺകുട്ടി ഇത് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവരുടെ ഭീതി ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ചിലവാകുന്നില്ല എന്നാണ്. പാണ്ഡൻ നായരുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് തുല്യമായിരിക്കുകയാണ് CPMൻ്റെ അവസ്ഥ. ഇനി ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോഴത്തെ. അതിനിപ്പോൾ ഒരു ബോംബ് പൊട്ടി എന്നുള്ളത് ശരിയാണ്. അത് ബോംബ് എന്തായാലും പൊട്ടുമല്ലോ. ഇത് ഉപയോഗമില്ലാതെ എത്ര നാളായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കേന്ദ്രത്തിലെ RSSൻ്റെ നേതാക്കൾ പിണറായി വിജയനെ മീഡിയേറ്റേഴ്സ് വഴി താക്കീത് കൊടുത്തപ്പോൾ തന്നെ
RSSൻ്റെ സംസ്ഥാന നേതാക്കളെ, BJP നേതാക്കളെയല്ല, RSSൻ്റെ നേതാക്കളെല്ലാം വിളിച്ച് അവിടെയാണ് പത്രക്കാരെയൊക്കെ കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ ആ പ്രശ്നമൊക്കെ ഉണ്ടായത്. ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വരെ കേരളത്തിലെവിടെയും CPMകാർ BJPക്കാർ അല്ലെങ്കിൽ RSSൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകൻ്റെയും മേൽ കൈ വെച്ചിട്ടില്ല, ഇനി വെക്കാനും പോകുന്നില്ല. അതിന് ഇനി അവർക്ക് ബാല്യമില്ല. പിന്നെ അവർ ചില കുൽസിത നീക്കങ്ങൾ വേറെ നടത്തിയിട്ടുണ്ട്. ഈ RSSകാരെ ആക്രമിക്കാൻ നടക്കുന്ന ഈ ജിഹാദി ടൈപ്പ് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതായത് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അതവർ ഏറ്റെടുത്ത് നടത്തിയതൊന്നുമല്ല. CPMകാർ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അത് നയപരമായിട്ട് തന്നെ ഈ ഇസ്ലാമിസ്റ്റുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇനിയിപ്പം ഹിന്ദുക്കളായിട്ടുള്ള ഈഴവരുടെയും മറ്റുള്ളവരുടെയൊക്കെ വോട്ടൊന്നും അധികകാലം പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിച്ചു നിൽക്കാം എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ ബോംബ് രാഷ്ട്രീയം എന്ന് പറയുന്നത് CPMന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇനി പറ്റില്ല. ഈ സ്റ്റീൽ ബോംബൊക്കെ പിടിച്ചു എന്നതോടുകൂടി അവർ അവസാനിപ്പിക്കേണ്ടി വരും. ഇപ്പം തന്നെ കണ്ണൂരിലെ ഈ സ്ഥിതി മനസ്സിലാക്കിയിട്ട് കേന്ദ്ര ഏജൻസികൾ ആ പ്രദേശത്തെ നിരീക്ഷിച്ചുകൊണ്ട് സ്റ്റെപ്പ് വെച്ചാൽ അവിടുത്തെ പാർട്ടി സംവിധാനങ്ങൾ വരെ തകർന്നു പോകും. കാരണം ജനങ്ങളെ ഈ പേടിപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. ആ ഭയത്തിൻ്റെ അന്തരീക്ഷം ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം മാറ്റിക്കൊടുത്താൽ CPM കണ്ണൂരിൽ അടി പൊളിയും, തകർന്നു പോവും. കണ്ണൂരിൽ CPMൻ്റെ അടിത്തറ തകർന്നാൽ കേരളം മൊത്തം തകർന്നു. CPMൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമൊന്നുമല്ല, കണ്ണൂരാണ്. അതുകൊണ്ടാണ് ഈ കണ്ണൂരുകാർ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട മന്ത്രിമാർ, ഇനി തിരുവനന്തപുരംകാരൻ മന്ത്രി ആയാലും പേഴ്സണൽ സ്റ്റാഫിലെ കീ പോയിന്റിലിരിക്കുന്നവൻ കണ്ണൂരുകാരനായിരിക്കും. പ്രൈവറ്റ് സെക്രട്ടറിയോ PAയോ ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലോ അല്ലെങ്കിൽ ഒരു അറ്റൻഡർ പോസ്റ്റിലിരിക്കുന്നവനായിരിക്കും പ്രൈവറ്റ് സെക്രട്ടറിയോട് കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അത് സഖാവ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കും. എല്ലാം ഈ കണ്ണൂരുകാരാണ് നിയന്ത്രിക്കുന്നത്. കണ്ണൂരുകാരെന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ ജനങ്ങളുടെ പ്രതിനിധികളൊന്നും അല്ലല്ലോ. ഇവരൊക്കെ പഞ്ചായത്തിൽ നിന്നാലും തോറ്റുപോകുന്നവരാ. ഈ പറയുന്ന ആ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫിലുള്ളവർ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ എല്ലാവരും കയറി മത്സരിക്കുക. കെട്ടിവെച്ച കാശ് കിട്ടില്ല. അപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും വടകരയിലും ഒക്കെ ഇത്രയധികം വോട്ടിന് LDF തോറ്റത് എന്തുകൊണ്ടാണ്? പാർട്ടിക്കാർ വോട്ട് മറിച്ച് ചെയ്തിട്ടാണ്. പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ ആരാ? അനുഭാവികൾ മാത്രമല്ല, ഈ കള്ളവോട്ട് സ്ക്വാഡുകളൊക്കെ ഉണ്ടല്ലോ. ആ കള്ളവോട്ട് സ്ക്വാഡിലുള്ളവരും അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ചെയ്യുന്നതല്ല പലരും. അവർക്ക് പ്രതികാരം ചെയ്യാനായിട്ട് ഈ കള്ളവോട്ട് കൈപ്പത്തിക്ക് ചെയ്തിട്ടുണ്ട്, പ്രതികാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വോട്ടിനൊക്കെ അവർ തോറ്റത്. അല്ലെങ്കിൽ ഇത്രയധികം ഭൂരിപക്ഷത്തിനൊന്നും കണ്ണൂരിലും വടകരയിലും കാസർഗോഡൊന്നും LDF തോൽക്കില്ല. ഈ സ്റ്റീൽ ബോംബ് രാഷ്ട്രീയം ഇനി എന്തായാലും മുന്നോട്ട് പോകില്ല. ഈ ബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഈ പുതുതലമുറയും പിന്നോക്കം മാറും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പുതുതലമുറയ്ക്ക് ഇപ്പോൾ ഇതാണോ പണി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിൽ നിന്നൊന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഈ ബോംബ് രാഷ്ട്രീയത്തിൻ്റെ ഭയം ജനങ്ങളിൽ നിന്ന് മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം തീർച്ചയായിട്ടും മാറും. അത് നമ്മളെല്ലാവരും കൂടെ മാറ്റണം. ഇവിടുത്തെ കേരളത്തെ ഇന്നത്തെ ഈ ദുരവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അതേ ഉള്ളൂ മാർഗം. ഈ ഭീതിയുടെ അന്തരീക്ഷം മാറുമ്പോൾ തന്നെ കേരളത്തിലെ ഈ അപജയങ്ങൾ പലതും അസ്തമിക്കും. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങും. ഇപ്പോൾ ലൊട്ടിലൊടുക്ക് പരിപാടികൾ വെച്ച് ഇങ്ങനെ പാർട്ടിക്കാരെയൊക്കെ കയ്യിലെടുത്തിട്ട് പല അവിഹിതമായ മാർഗങ്ങളൊക്കെ ചെയ്ത് പലരും ജീവിച്ചു പോകുന്നുണ്ട്. അതൊക്കെ അവസാനിക്കും. അതൊക്കെ അവസാനിച്ച് നല്ലൊരു കേരളം ഇനി ഇവിടെ ഉണ്ടാവും. അത് നമ്മുടെ തലമുറയെ നമുക്കത് കാണാൻ പറ്റും. അതാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.